ഹലോ ഗൈസ്, എല്ലാവർക്കും മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടില്ല കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കായാമ്പൂ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അപ്പോൾ കായാമ്പൂ എന്ന് പറഞ്ഞ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, ഇന്നത്തെ പിള്ളേർക്ക് കിട്ടാം. അപ്പോൾ പഴയ കാലത്തെ ആൾക്കാർക്കില്ല. അപ്പോൾ കായാമ്പൂ നമ്മൾ കാണാൻ പോവാണ്. കായാമ്പൂവിൻ്റെ പൂ നമ്മൾ ആസ്വദിക്കാൻ പോവാണ്. അപ്പോൾ കായാമ്പൂ എന്താണെന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് കായാമ്പൂവിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ ഇതൊരു അനുഭവമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ടാറ്റാ. ഗൈസ്, അവസാനം നമ്മൾ ചെടിയുടെ അടുത്തേക്ക് എത്തിയിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും ചെടീനെ എന്തായാലും മൊത്തത്തിലൊന്ന് കാണാം. ഈ പൂവിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ കായാമ്പൂ. കണ്ടില്ലേ ഗൈസ്, ഇത് വർഷത്തിൽ ഒരു വട്ടം മാത്രം പൂക്കുള്ളൂ. ചില വർഷങ്ങളിൽ പൂക്കാറില്ല. അതിൻ്റെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂക്കുള്ളൂ. അപ്പോൾ ഇതാണ് കായാമ്പൂ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കാൻ ഗൈസ്. എല്ലാവരും നന്നായി കണ്ടോളൂ. ഇത് തണ്ടുമ്മലാണ് ഈ ചെടി പൂവുണ്ടാവുക. പണ്ടത്തൊക്കെ പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഒക്കെ കളറിനെ ഇത് വെച്ചിട്ട് ഉപമിക്കാറുണ്ട് കവികളും അല്ലാതെ. ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്. കായാമ്പൂ കടഞ്ഞെടുത്ത് അഴകാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടായിരിക്കും ഗൈസ്. പിന്നെ ഈ ചെടിയുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾക്ക്, അത്രയും ഭംഗിയാണ്. ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ. അത് അധികമായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിലൊരു മണം. എന്ത് ഭംഗിയാണെന്ന് പറയുമോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീലക്കുറിഞ്ഞൊക്കെ പൂക്കുന്ന മാതിരി വളരെ റെയറായിട്ട് ഇത് പൂക്കുള്ളൂ. പിന്നെ അധികം അവിടെ ഇവിടെ ഒന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണിത്. ഇതിൻ്റെ വേര് തൊട്ട് ഇല വരെ ഔഷധ ഗുണങ്ങളാണ്. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇന്നത്തെ ആർക്കും അധികം അറിയില്ല. അപ്പോൾ ഇതുള്ളത് ഇപ്പോൾ ആങ്ങണ്ടൂർ ഭാഗത്ത് തന്നെ ഉണ്ട്. നമ്മുടെ ആങ്ങണ്ടൂർ എലൈറ്റൂടി ഭാഗത്തിന് ഈ സാധനം ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞതിൻ്റെ ഒരു പേരിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ നമ്മളറിയില്ല. അപ്പോൾ റെയറായിട്ടുള്ള സാധനമായതുകൊണ്ട് നിങ്ങളെന്തായാലും ഇത് കാണിച്ചേ പറ്റുള്ളൂ എന്ന് ഞാനും വിചാരിച്ചു. ഇതിൻ്റെ ഒരു കായാണ് കേട്ടോ. ഈ ചെടിയിൽ ഉണ്ടാകുന്ന ഒരു കായാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ പൂ മാത്രമല്ല, ഒരു കായ ഉണ്ടാവും. ഇത് ഏകദേശം ഒരാഴ്ചയൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കും കേട്ടോ. ഒരാഴ്ചയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അത്ര നിൽക്കാറുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങിയിട്ട് കൊഴിഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ ഇലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല കുറച്ച് കട്ടി കൂടിയൊരു ഇലയാണ്. ഈ ഇല പണ്ടത്തെ ആളുകൾ കഴിച്ചിരുന്നു. അതായത് പണ്ടൊക്കെ വിശപ്പ്, എത്ര വലിയ വിശപ്പാണെങ്കിലും ഇതിൻ്റെ ഇല കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പ് എന്താ പറയുക, ശമിച്ചു പോകുന്ന പറയാം. കാരണം പണ്ടൊക്കെ എന്താ പറയുക, തിന്നാനും കുടിക്കാനില്ലാത്ത കാലത്ത് ഇതിൻ്റെ ഇല കഴിക്കുന്നു. അപ്പോൾ വിശപ്പിനെ തടഞ്ഞു നിർത്താനുള്ളൊരു ഇല കൂടിയാണിത്. ഇതിൻ്റെ നീര് വിശപ്പിനെ നിർത്തുമെന്ന് പറയാം. നമുക്ക് ഗൈസ്, ഈ ചെടിയുടെ ചുറ്റും നിൽക്കുമ്പോൾ തന്നെ ഇതൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് അനുഭവപ്പെടുന്നത്. നല്ലൊരു ഇങ്ങനത്തെ ഒരു ചെടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഒരു വെറൈറ്റി സാധനമല്ലേ ഇത്. അധികം വലുതാവുന്നില്ല കേട്ടോ. വലിയൊരു ചെടിയൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ കടഭാഗം. അപ്പോൾ ഒരു കുറ്റിച്ചെടി മരത്തൊരു ചെടിയാണ്, വലിയൊരു മരം ഒന്നും ആവില്ല. പിന്നെ അധികമായിട്ടും കണ്ടുവരുന്നത് കുന്നിൻ ചെരുവുകൾ അങ്ങനത്തെ പ്രദേശങ്ങളിലാണ് ഈ സാധനം അധികമായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ളൊരു ചെടിയാണിത്. ഇന്നിപ്പോൾ നല്ല രീതിയിൽ വംശനാശം ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ചെടികളൊക്കെ നന്നായിട്ട് സംരക്ഷിക്കണം. കണ്ടിട്ടുണ്ടെങ്കിൽ
ഇനി വരുന്ന ജനറേഷന് ഇതൊക്കെ ഒരു സംഭവമായിരിക്കും. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ആർക്കും എത്ര അറിയില്ല എന്ന് തോന്നുന്നു ഇന്നത്തെ കാലത്ത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഡെയിലി ഓരോന്നൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് രാവിലെ ഓരോന്നൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ജരാനരകൾ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ് ആയുർവേദം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് ഗൈസ്. കാരണം ഇന്ന് ഭംഗിയാന്ന് പറയുമോ കാണാനായിട്ട്. വെറുതെ എല്ലാ കവികളും ബാക്കിയുള്ള കലാകാരന്മാരൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഇങ്ങനെ വർണ്ണിച്ചിരുന്ന പണ്ടത്തെ പാട്ടുകളിലൊക്കെ. നല്ലൊരു എയിമാണ് കാണാൻ. എന്തൊരു എയിമാണ് ചെടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ട്, പണ്ടത്തെ അമ്മാമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ ഗൈസ്, ചെറിയ ചെറിയ ഇലകളാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആസ്വദിക്കാം, പക്ഷേ ഒരിക്കലും നമ്മളതിനെ പൊട്ടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ പരിപാടിയൊന്നും ആരും ചെയ്യരുതിട്ടാ. കാരണം ഇതിങ്ങനെ നിൽക്കണ കാണാൻ ഭംഗി. പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു അതിൻ്റെ ഭംഗി. ഇതാണ് അതിൻ്റെ കുരു. ഗൈസ്, എന്തായാലും ഇത് ആർക്കും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. ഇതിങ്ങനെ കാണാമെന്ന് പറഞ്ഞെങ്കിൽ മണ്ണൊലിപ്പിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശേഷി ഇതിൻ്റെ വേരുകൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുന്നിൻ ചെരുവിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ കുന്നുകൾ ഇടിച്ച് നിരത്തലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അപൂർവമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഏങ്ങണ്ടിയിലുള്ളൊരു ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം നല്ല രീതിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം ഗൈസ്. അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ പറയാൻ വന്നത്, ചെണ്ടയുടെ കോലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കമ്പ് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇപ്പോഴുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അടിപൊളി സാധനം ഗൈസ്. ഇങ്ങനെ സ്മെല്ലേ ആയിവാ, ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സുഗന്ധദ്രവ്യങ്ങളുടെ ഒക്കെ ഒരു മണല്ലേ, അങ്ങനത്തെ ഒരു മണമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നല്ലതാണ്, അടിപൊളി സാധനം. പിന്നെ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും കേട്ടോ ഈ ചെടീനെ കുറിച്ച്. അതായത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊന്നും കറക്റ്റായിട്ടുള്ളൊരു കാര്യം എനിക്കറിയില്ല. എനിക്ക് പറഞ്ഞു കേട്ടറിവാണ്. ഞാൻ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോഴുള്ള പറഞ്ഞു കേട്ടറിവാണ്. ഇതിനെക്കാട്ടും കൂടുതൽ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് അടിക്കുക. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ടൊന്ന് കമൻറ്റ് ചെയ്തോളൂ. കാരണം ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കണം നമ്മൾ. കാരണം വംശനാശമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല ഔഷധ ഗുണങ്ങളുള്ള ചെടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആളുകൾ ഇതൊക്കെ വീട്ടുകളിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. നമ്മുടെ ഇതിൻ്റെ ചെടികൾ നമുക്ക് അവൈലബിൾ ആണ്, ഫാമുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒരെണ്ണം വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ഒരുപാട് സന്തോഷം ഇത് കണ്ടപ്പെട്ട. കാരണം ഇതങ്ങനെ പൂക്കുന്നത് അത്ര ആരും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ സന്തോഷം ഉണ്ടാകുക. അതെനിക്ക് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ കാണാത്തവരെന്തായാലും ഇത് കാണണം. ഇവിടെ വന്നിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ അഡ്രസ്സ് കാര്യങ്ങൾ ഞാൻ കൊടുക്കണില്ല, ആളോട് ചോദിക്കട്ടെ. എന്തായാലും പൊളിച്ച് ഗൈസ്, എന്തൊരു എയിമാണ്. വാവ്, വണ്ടർഫുൾ.
അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവരും സംരക്ഷിക്കണം, നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയ പുതിയ കണ്ടൻറ്റായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.